ഹലോ, ദിസ് ഈസ് റോബിൻ. നമ്മളിന്ന് സിമ്പിൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൻ്റെ 4ാം ഭാഗത്തിലേക്ക് പോവുകയാണ്. സിമ്പിൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. സിമ്പിൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് 1 തൊട്ട് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കാം, സിമ്പിൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിലെ ട്രെയിനിങ് സെഷൻസിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് ജീവിത സാഹചര്യങ്ങളിൽ, അതായത് ജോലി സ്ഥലങ്ങളിലും യാത്രകൾ ചെയ്യുമ്പോഴും സഹായം ചോദിക്കാനും മറ്റുമൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള ഇംഗ്ലീഷ് വാചകങ്ങളും യൂസേജസും പഠിക്കുക എന്നതാണ്. ഇതിൽ ഇംഗ്ലീഷ് ഗ്രാമർ എക്സ്പ്ലനേഷൻ ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. എളുപ്പ വഴിയിൽ ഇംഗ്ലീഷ് പഠിച്ച് ഉപയോഗിച്ച് തുടങ്ങുക എന്നതാണ് ലക്ഷ്യം. ഇനി നിങ്ങൾക്ക് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബേസിക്സ് തൊട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് പാർട്ട് 1 തൊട്ട് ഓർഡറായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് യൂട്യൂബ് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് തരുന്നൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തു പറ്റി അല്ലെ എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് ചോദിക്കാം? നിനക്ക് ടു യു, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. നിനക്ക് ടു യു, എന്താണ് സംഭവിച്ചത്? വാട്ട് നിനക്കെന്നുള്ള എന്താ? ടു യു. സംഭവിക്കുക, പറ്റുക, ഹാപ്പൻ, HAPPEN, സംഭവിക്കുക അല്ലെങ്കിൽ പറ്റുക എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? നിനക്ക് എന്ത് പറ്റി, നിനക്ക് എന്ത് സംഭവിച്ചു, അങ്ങനെ പറയാം. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടില്ല, നമുക്ക് നോക്കാം. വാട്ട് ഹാപ്പൻ ടു യു? ഹാപ്പൻ സംഭവിക്കുക, സംഭവിച്ചു. പറ്റി ഹാപ്പൻഡ്, HAPPENED. നിനക്ക് എന്ത് പറ്റി? എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. വാട്ട് ഹാപ്പൻ ടു യു? നിനക്ക് എന്ത് സംഭവിച്ചു? നിനക്ക് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ ടു യു? വൺസ് അഗെയിൻ, വാട്ട് ഹാപ്പൻ ടു യു? നിനക്ക് ടു യു എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ്. നിനക്ക് എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻ ടു യു? ഒരുമിച്ച് പറയുക, എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. വാട്ട് ഹാപ്പൻ ടു യു? വൺസ് അഗെയിൻ, വാട്ട് ഹാപ്പൻ ടു യു? യു ലുക്ക് സോ സാഡ്. നിനക്ക് നിൻ്റെ മുഖം കണ്ട് നല്ല വിഷമമുണ്ടല്ലോ. അവൻ എന്നോട് പറയുകയാണ്, എനിക്ക് എൻ്റെ ലോണിൻ്റെ EMI, അവനൊരു പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലോണിൻ്റെ EMI നാളെയാണ് എനിക്ക് അടയ്ക്കേണ്ടത്. നാളെ അടയ്ക്കണം. നാളെ ടുമോറോ. എൻ്റെ ലോൺ EMI, മൈ ലോൺ EMI. അടയ്ക്കുക, പൈസ അടയ്ക്കുക, പേ. പൈസ അടയ്ക്കുക, പേ എന്ന വാക്ക് ഉപയോഗിക്കാം. എനിക്ക് അടയ്ക്കണം, എനിക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. എനിക്ക് നാളെ എൻ്റെ ലോൺ അടയ്ക്കണം. നാളെ എൻ്റെ ലോൺ EMI എനിക്ക് അടയ്ക്കേണ്ടതുണ്ട്. നാളെ എൻ്റെ ലോൺ എനിക്ക് അടയ്ക്കണം എന്നെങ്ങനെ പറയും? ഐ ഹാവ് ടു. എനിക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഐ ഹാവ് ടു വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് ഒരാളോട് പറയണമെങ്കിൽ ഐ ഹാവ് ടു വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ലോൺ അടയ്ക്കണം, ഐ ഹാവ് ടു പേ. എനിക്ക് അടയ്ക്കണം, എനിക്ക് അടയ്ക്കേണ്ടതുണ്ട്. ഐ ഹാവ് ടു പേ മൈ ലോൺ EMI ടുമോറോ. എന്നിട്ട് അവൻ പറയാണ്, എൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പൈസ ഇല്ല. അത് അടയ്ക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള പൈസ എൻ്റെ ഇല്ല. എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് എന്ന് പറയാം. എൻ്റെ കയ്യിൽ ഒരു കാര്യം ഇല്ല, എൻ്റെ സ്വന്തമായി എനിക്ക് കാര്യമില്ല. ഐ ഡോണ്ട് ഹാവ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ്, എൻ്റെ കയ്യിലില്ല. അവൻ ആദ്യം പറഞ്ഞ എന്താണ്? ഐ ഹാവ് ടു പേ മൈ ലോൺ EMI ടുമോറോ. അതിനു വേണ്ടിയുള്ള പൈസ, ആവശ്യത്തിനുള്ള പൈസ എൻ്റെ ഇല്ലെന്ന് അവൻ പറയുന്നത്. അതിനു വേണ്ടി, ഫോർ ദാറ്റ്. ആവശ്യത്തിനുള്ള പൈസ, ഇനഫ് മണി. ഇനഫ് മീൻസ് പറഞ്ഞാൽ ആവശ്യത്തിന്. ഇനഫ് മണി, ആവശ്യത്തിനുള്ള പൈസ. ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ഫോർ ദാറ്റ്. ആ ലോൺ അടയ്ക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള പൈസ എൻ്റെ ഇല്ല. നമുക്ക് ആ സെൻറ്റൻസ് ഫുള്ളായിട്ട് പറഞ്ഞു നോക്കാം. ഐ ഹാവ് ടു പേ മൈ ലോൺ EMI ടുമോറോ. ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ഫോർ ദാറ്റ്. ശ്രദ്ധിക്കുക, ഐ ഹാവ് ടു പേ മൈ ലോൺ EMI ടുമോറോ. എനിക്ക് നാളെ എൻ്റെ ലോൺ EMI അടയ്ക്കേണ്ടതുണ്ട്. എനിക്ക് നാളെ എൻ്റെ ലോൺ EMI അടയ്ക്കണം. ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ഫോർ ദാറ്റ്. അതിനുവേണ്ടി ആവശ്യമുള്ള പൈസ എൻ്റെ കയ്യിലില്ല. സ്ക്രീൻ നോക്കി പ്രാക്ടീസ് ചെയ്യുക. ഐ ഹാവ് ടു പേ മൈ ലോൺ EMI ടുമോറോ. ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ഫോർ ദാറ്റ്. എനിക്ക് നാളെ ലോൺ EMI അടയ്ക്കേണ്ടതുണ്ട്. അതിന് ആവശ്യമുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എത്രയാണ് എമൗണ്ട്? എത്രയാണെന്ന് എങ്ങനെ പറയുക നമ്മൾ? ഹൗ മച്ച്. എത്രയാണ്? എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഹൗ മച്ച്, തുക. എമൗണ്ട്. ഹൗ മച്ച് ഇസ് ദ എമൗണ്ട്? അതായത് ലോൺ EMI അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ള ഞാൻ ചോദിക്കുന്നത്. ഹൗ മച്ച് ഇസ് ദ എമൗണ്ട്? എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. എത്രയാ തുക? ഹൗ മച്ച് ഇസ് ദ എമൗണ്ട്? അപ്പോൾ അവൻ പറയാണ്, 7000 രൂപയാണ്. ഇറ്റ് ഈസ് ₹7,000 അല്ലെങ്കിൽ ഇറ്റ്സ് ₹7,000. അപ്പോൾ ഞാൻ പറയാണ്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ലെറ്റ് മീ സീ. ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്നൊക്കെ പറയാൻ ലെറ്റ് മീ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊന്ന് നോക്കട്ടെ. ലെറ്റ് മീ സീ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, വാട്ട് ഐ ക്യാൻ ഡു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. വാട്ട് ഐ ക്യാൻ ഡു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ലെറ്റ് മീ സീ വാട്ട് ഐ ക്യാൻ ഡു. വൺസ് അഗെയിൻ റിപ്പീറ്റ് ചെയ്യുക. ലെറ്റ് മീ സീ വാട്ട് ഐ ക്യാൻ ഡു. ഞാൻ എന്നിട്ട് അവനോട് പറയുകയാണ് ലെറ്റ് മീ സീ വാട്ട് ഐ ക്യാൻ ഡു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കും, അല്ല എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ചോദിക്കാം. ഞാനൊരു കാര്യം പിന്നീട് ചെയ്യാം, ഇപ്പോഴത്തെ സമയത്തിന് ശേഷമല്ല ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാം. അവിടെ ഞാനൊരു കാര്യം പിന്നീട് ചെയ്യാം അല്ല ചെയ്യുമെന്ന് പറയാൻ ഐ വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർഡ് വെച്ച് സെൻറ്റൻസ് തുടങ്ങാം. അപ്പം ഞാൻ അവനോട് ചോദിക്കാം. ഐ വിൽ ആസ്ക് മൈ ഫ്രണ്ട്. ചോദിക്കുക, ആസ്ക്. ഞാൻ ചോദിക്കും. ഐ വിൽ ആസ്ക് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കാം. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. എങ്ങനെ പറയും? ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്നെങ്ങനെ പറയും? ഞാൻ നോക്കട്ടെ എന്നെങ്ങനെ പറഞ്ഞത്? ലെറ്റ് മീ സീ എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. ലെറ്റ് മീ കോൾ ഹിം. വൺസ് അഗെയിൻ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കാം. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. ഐ വിൽ ആസ്ക് മൈ ഫ്രണ്ട്. ലെറ്റ് മീ കോൾ ഹിം. റിപ്പീറ്റ് ചെയ്യാൻ്റെ ഒപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കാം. ഐ വിൽ ആസ്ക് മൈ ഫ്രണ്ട്. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. ലെറ്റ് മീ കോൾ ഹിം. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. ഓക്കെ, ഫ്രണ്ടിനെ വിളിച്ചതിന് ശേഷം ഞാൻ അവനോട് പറയുകയാണ് അവൻ ഇന്ന് എനിക്ക് പൈസ തരും. തരിക എന്ന വാക്കെന്താ? ഗീവ്. തരിക, ഗീവ്. പൈസ എന്നുള്ള എന്താണ്? ദ മണി. നമ്മൾ മണി എന്നല്ല പറയുന്നത്, ദ മണി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഏതൊരു പർട്ടിക്കുലർ മണിയെ പറ്റിയല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് തരാമെന്ന് പറഞ്ഞൊരു പൈസ ഉണ്ടല്ലോ, 7,000 രൂപ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ദ മണി എന്ന് പറയാം. ഇന്ന്, ടുഡേ. അപ്പം പൈസ, ദ മണി, ഇന്ന്, ടുഡേ. തരിക എന്ന വാക്കാണ് ഗീവ്. അവൻ തരും. ഹി വിൽ ഗീവ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഞാനൊരു കാര്യം പിന്നീട് ചെയ്യാം എന്ന് പറയാൻ ഐ വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം സെൻറ്റൻസ് അല്ലേ? അതുപോലെ അവനൊരു കാര്യം പിന്നീട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹി വിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അവൻ തരും, ഹി വിൽ ഗീവ്. അവൻ ഇന്ന് പൈസ തരും. ഹി വിൽ ഗീവ് ദ മണി ടുഡേ. എന്നൊപ്പം പ്രാക്ടീസ് ചെയ്യുക. അവൻ തരും, ഹി വിൽ ഗീവ്. വൺസ് അഗെയിൻ അവൻ തരും, ഹി വിൽ ഗീവ് പൈസ, ദ മണി, ഇന്ന്, ടുഡേ. അവൻ ഇന്ന് പൈസ തരും, ഹി വിൽ ഗീവ് ദ മണി ടുഡേ. അപ്പോൾ ഞാൻ ഫ്രണ്ട് പറഞ്ഞു അവൻ ഇന്ന് പൈസ തരും, ഹി വിൽ ഗീവ് ദ മണി ടുഡേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ പൈസ അടുത്ത മാസം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? തിരിച്ചു കൊടുക്കുക എന്ന വാക്കാണ് റിട്ടേൺ. റിട്ടേണിന് പല അർത്ഥങ്ങളുണ്ട്. തിരിച്ചു വരിക, തിരിച്ചു പോവുക, തിരിച്ചു കൊടുക്കുക എന്നൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷനിൽ എന്താ അർത്ഥം? റിട്ടേൺ, തിരിച്ചു കൊടുക്കുക. പൈസയ്ക്ക് എന്ത് പറയും? ദ മണി. അടുത്ത മാസം, നെക്സ്റ്റ് മന്ത്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അടുത്ത മാസം, നെക്സ്റ്റ് മന്ത്. സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. അടുത്ത മാസം, നെക്സ്റ്റ് മന്ത്. തിരിച്ചു കൊടുക്കുക, റിട്ടേൺ. പൈസ, ദ മണി. അടുത്ത മാസം, നെക്സ്റ്റ് മന്ത്. ഇപ്പം 3 ഭാഗം പഠിച്ചു. ഇനി നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ശ്രദ്ധിക്കുക, നിനക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണമെങ്കിൽ, ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ, നിനക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാൻ യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ചൊരു ക്വസ്റ്റ്യൻ തുടങ്ങാം. ക്യാൻ യു, നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? അടുത്ത മാസം പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ക്യാൻ യു റിട്ടേൺ ദ മണി നെക്സ്റ്റ് മന്ത്? ക്യാൻ യു റിട്ടേൺ, തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ ക്യാൻ യു വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഒപ്പം ഈ ഫുൾ സെൻറ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ക്യാൻ യു റിട്ടേൺ ദ മണി നെക്സ്റ്റ് മന്ത്? അടുത്ത മാസം ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ക്യാൻ യു റിട്ടേൺ ദ മണി നെക്സ്റ്റ് മന്ത്? അപ്പോൾ അവൻ എന്താ പറയുന്നത്? തീർച്ചയായും, ഷുവർ, എന്നെ സഹായിച്ചതിന് നന്ദി, താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ. ഇന്നത്തെ സിറ്റുവേഷൻ ഇത്രയാണുള്ളത്. നമുക്ക് ഒരു തവണയും കൂടെ ഫുള്ളായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ സ്ക്രീനിൽ നോക്കി എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്, അവനോട് ചോദിക്കാം, നിനക്ക് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ ടു യു? വാട്ട് ഹാപ്പൻ ടു യു? എന്നെ കണ്ടിട്ട് നല്ല വിഷമമുണ്ടല്ലോ. യു ലുക്ക് സോ സാഡ്. അവൻ എന്നോട് പറയാണ്, ഐ ഹാവ് ടു പേ മൈ ലോൺ EMI ടുമോറോ. ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ഫോർ ദാറ്റ്. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, എത്രയാണ് തുക? ഹൗ മച്ച് ഈസ് ദ എമൗണ്ട്? അവൻ എന്നോട് പറയാണ് 7,000 രൂപയാണ്. ഇറ്റ്സ് ₹7,000. അപ്പോൾ ഞാൻ അവനോട് പറയാണ്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാനും നോക്കട്ടെ. ലെറ്റ് മീ സീ വാട്ട് ഐ ക്യാൻ ഡു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കാം, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. ഐ വിൽ ആസ്ക് മൈ ഫ്രണ്ട്, ലെറ്റ് മീ കോൾ ഹിം. ഫ്രണ്ടിനെ ഫോൺ വിളിച്ചതിന് ശേഷം ഞാൻ അവനോട് പറയുകയാണ്, അവൻ ഇന്ന് പൈസ തരും, ഹി വിൽ ഗീവ് ദ മണി ടുഡേ. നിനക്ക് അടുത്ത മാസം ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ക്യാൻ യു റിട്ടേൺ ദ മണി നെക്സ്റ്റ് മന്ത്? അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറയുകയാണ്, തീർച്ചയായും, ഷുവർ, എന്നെ സഹായിച്ചതിന് നന്ദി, താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് വളരെ സിമ്പിൾ ഇംഗ്ലീഷാണ്. നിങ്ങളിത് മൾട്ടിപ്പിൾ ടൈംസ് വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റ്സിൽ ചോദിക്കുക. നിങ്ങൾ ഇന്നത്തെ ട്രെയിനിങ് സെഷനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
അതുപോലെ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് സെഷൻ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും എനിക്കുള്ള ഇൻസ്പിറേഷനാണ്. മറ്റുള്ളവർക്കും ഈ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെയിനിങ് സെഷൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യാം. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്ന് പഠിച്ച യൂസേജസ് നിങ്ങൾ ഇന്ന് എന്തൊക്കെ പഠിച്ച് ചെയ്യുന്നു, ഇന്നത്തെ ട്രെയിനിങ് സെഷൻ നിങ്ങൾ എന്താ പഠിച്ചതെന്ന് നിങ്ങൾക്ക് സിമ്പിൾ വേർഡ്സിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബ് കമൻസിൽ അത് മെൻഷൻ ചെയ്യുക. ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളത് മെൻഷൻ ചെയ്യുക. അത് ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ശ്രദ്ധിക്കാം, സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്സ് അവൈലബിൾ ആണ്. 200 rupees തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെയാണ് എൻ്റെ ഓർഡർ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വിത്ത് മലയാളം ട്രാൻസ്ലേഷനാണ്. ഈ ബുക്കിന് PDF ഫോർമാറ്റ് ഈ ബുക്ക് ഉണ്ട്. അത് ലോകത്ത് എവിടെ നിന്നും ഓർഡർ ചെയ്യുക 200 രൂപയാണ് വരുന്നത്. അതുപോലെ ഒറിജിനൽ ബുക്ക് വേണമെങ്കിൽ കേരളത്തിനുള്ളിലാണ് ഷിപ്പിംഗ്. 300 രൂപയാണ് പുസ്തകത്തിന് വരുന്നത്. 50 രൂപ ഷിപ്പിംഗ് ചാർജും ഉണ്ട്. 300 + 50 350 ഒറിജിനൽ ബുക്കിന് വരുന്നത്. താല്പര്യമുള്ളവർ എൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 900 rupees തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 3 തരം കോഴ്സ് ഉണ്ട്. 900 rupeesൻ്റെ ഒരു സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരു ഡിജിറ്റൽ കോഴ്സാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന 1 month ബേസിക് കോഴ്സിൻ്റെ ലെവൽ 1 കോഴ്സാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ ആലോചിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൂടാതെ ഇംഗ്ലീഷിൽ കിട്ടാനുള്ള ട്രെയിനിങ് ആണ്. ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാൻ നമുക്ക് അത്യാവശ്യം ജീവിതത്തിൽ പിടിച്ചേക്കാനുള്ള ഇംഗ്ലീഷാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. മലയാളത്തിൽ ആലോചിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൾ കൂടാതെ നിങ്ങൾക്ക് സംസാരിക്കാനും ഒരു കാര്യം മലയാളത്തിൽ ആലോചിച്ച് എഴുതണമെങ്കിലും ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ ആ സെൻറ്റൻസ് ഒക്കെ ഫ്രെയിം ചെയ്ത് സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ച് എഴുതാനോ സംസാരിക്കാനുള്ള ട്രെയിനിങ് ആണ് അത് കിട്ടുന്നത്. ശ്രദ്ധിക്കുക, അത് റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ് ആണ്. 10 എക്സാംസ് വരുന്നുണ്ട്, ആൻസർ കീ ഉണ്ട്. ഞാനൊരു ബുക്കിൻ്റെ ഓർഡറാണ്. അതിൻ്റെ PDF ഫോർമാറ്റ് ഈ ബുക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അത് കൂടാതെ പ്രോ ലെവൽ 1 and 2 കോഴ്സസ് ഉണ്ട്. പ്രോ ലെവൽ 1 കോഴ്സിൽ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ കോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ട്രെയിനറിൻ്റെ ചാറ്റ് സപ്പോർട്ട് ഉണ്ട്. അറ്റ് പ്രസൻറ്റ് ഞാനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ പ്രോ ലെവൽ 2 കോഴ്സിൽ ചാറ്റ് സപ്പോർട്ടും കൂടാതെ നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ടെലിഫോണിക് സപ്പോർട്ട് ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ വിൽ ബി ബാക്ക് വിത്ത് ദ നെക്സ്റ്റ് ട്രെയിനിങ് സെഷൻ സൂൺ. ബൈ.